പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും അടുത്ത ആഴ്ച പാർലമെന്റിൽ വിശദമായി ചർച്ച ചെയ്യും. ലോക്സഭയിൽ തിങ്കളാഴ്ചയും രാജ്യസഭയിൽ ചൊവ്വാഴ്ചയും ചർച്ച ആരംഭിക്കുമെന്നാണ് പാർലമെന്റ് വൃത്തങ്ങൾ അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ സംസാരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത്? വിഷ്ണു, ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റിൽ വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്ന് സഭാ നടപടികൾ തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതൊന്നും ഉൾക്കൊള്ളാതെ കഴിഞ്ഞ മണിക്കൂറുകളിലും ഇന്നലെയും തിങ്കളാഴ്ചയുമായി വലിയ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷം സഭയ്ക്കുള്ളിലും സഭയ്ക്ക് പുറത്തും ഈ വിഷയങ്ങളിൽ ചർച്ച വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയത്. അതിനിടയിലാണ് ഇപ്പോൾ പാർലമെന്റ് വൃത്തങ്ങൾ അടുത്തയാഴ്ച പഹൽഗാം ഭീകരാക്രമണവും ഓപ്പറേഷൻ സിന്ദൂറും പാർലമെന്റിനകത്ത് വിശദമായി ചർച്ച ചെയ്യും എന്ന് അറിയിച്ചിട്ടുള്ളത്. പാർലമെന്റിന്റെ അജണ്ട തീരുമാനിക്കുന്ന സമിതിയുടെ യോഗത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. അതായത് തിങ്കളാഴ്ച ലോക്സഭയിലും ചൊവ്വാഴ്ച രാജ്യസഭയിലുമായിരിക്കും ചർച്ച ആരംഭിക്കുക. ഇരു സഭകളിലും 16 മണിക്കൂർ വീതം ഈ ചർച്ചകൾക്ക് വേണ്ടി മാറ്റിവെക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണ വിജയമായിരുന്നുവെന്നും കനത്ത തിരിച്ചടിയാണ് ഭീകരർക്ക് നൽകിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ സഭാ നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങൾ, ഒന്ന്, വെടിനിർത്തൽ ധാരണയ്ക്ക് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇടപെടൽ എങ്ങനെ ഉണ്ടായി, ട്രംപ് പറഞ്ഞ ഉടൻ ഭാരതം കീഴടങ്ങിയെന്ന പ്രസ്താവന നേരത്തെ രാഹുൽ നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട്. അത്തരത്തിലുള്ള പ്രസ്താവനകൾ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ, വെടിനിർത്തൽ ധാരണ എങ്ങനെയുണ്ടായി, അത് നേരത്തെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ഭാരതത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. മൂന്നാമതൊരാളുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ ഭാരതത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെടിനിർത്തൽ ധാരണയ്ക്ക് അപേക്ഷിച്ചതുകൊണ്ടാണ് ഭാരതം തയ്യാറായതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നെങ്കിലും രാജ്യത്തിൻ്റെ ശബ്ദത്തിനപ്പുറത്തേക്ക് രാഹുൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് വിശ്വാസം പാകിസ്ഥാനെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയുമാണ് എന്നാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പഹൽഗാം ഭീകരാക്രമണം, അതിനുശേഷം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഓപ്പറേഷൻ സിന്ദൂർ, ഇതുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തുനിന്ന് അടുത്തയാഴ്ച പാർലമെന്റിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.